കൊല്ലത്ത് മയക്കുമരുന്ന് കേസിലെ പ്രതി സ്റ്റേഷനിൽ നിന്ന് ഭാര്യയ്ക്കൊപ്പം രക്ഷപ്പെട്ടു. പോലീസുകാർ മിണ്ടാതിരുന്ന കല്ലും താഴും സ്വദേശി അജു മൻസൂറാണ് രക്ഷപ്പെട്ടത്. സ്റ്റേഷന് മുന്നിൽ ഭാര്യ സ്കൂട്ടറുമായി കാത്തു നിൽക്കുകയായിരുന്നു. MDMA കേസിൽ അജുവിന്റെ ഭാര്യ ബിൻഷയും നേരത്തെ പിടിയിലായിരുന്നു. ചുമ്മാതല്ല. ദിലീപ് ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഭാര്യ സ്കൂട്ടറുമായിട്ട് കാത്തു നിൽക്കുന്നു. ഭർത്താവിനെ MDMA കേസിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭർത്താവ് ഇറങ്ങി ഭാര്യയ്ക്കൊപ്പം സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുന്നു. ഇതാണ് സംഭവിച്ചത് അല്ലേ ദിലീപ് ദേവസ്യ? പോലീസുകാർ എന്തിരിക്കുകയായിരുന്നു അവിടെ? ഡോക്ടർ അരുൺകുമാർ, ഈ MDMA കേസിൽ പിടിയിലായ അജു മൻസൂറിന്റെ നടപടിക്രമങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു സ്കൂട്ടറിൽ യുവതി വന്ന് നിൽക്കുന്നു. പോലീസുകാർ അത് ആദ്യം മൈൻഡ് ചെയ്തില്ല. പെട്ടെന്നാണ് അജു മൻസൂർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. സ്റ്റാർട്ടായ ബൈക്കിൽ നിന്ന് ഈ യുവതി അജുവിനെയും കൊണ്ട് വേഗത്തിൽ പോകുകയും ചെയ്തു. ഇന്നലെ രാത്രി അടക്കം പോലീസുകാർ, കിളിക്കല്ലൂർ പോലീസ് നഗരത്തിലുടനീളം പരിശോധന നടത്തിയെങ്കിലും കാണാൻ സാധിച്ചിട്ടില്ല. ഈ MDMA പ്രതിയായ ബിൻഷയാണ് അജു മൻസൂറിൻ്റെ ഭാര്യ. ബിൻഷ അജു മൻസൂറിനെയും കൊണ്ട് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം തന്നെ. അതായത് ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ പാറാവ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ആളടക്കം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു യുവതി വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് ശ്രദ്ധിച്ചില്ല. സ്റ്റേഷനിൽ നിന്ന് ഒരു MDMA കേസിലെ പ്രതി ഓടിയിറങ്ങി ഈ സ്കൂട്ടറിൽ കയറി പോകുമ്പോൾ പിന്തുടർന്ന് പിടികൂടാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. എന്തായാലും ഇപ്പോൾ ഈ രണ്ട് പ്രതികൾക്കും വേണ്ടിയുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സിനിമാ കഥകളെ പോലെയുള്ള ഒരു സംഭവമാണ്. ഈ യുവതിയെ നേരത്തെ തന്നെ പോലീസ് ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ പോലീസുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവരെ രണ്ടുപേരെക്കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചനയുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ പിടിയിലാകുമെന്നുള്ളൊരു വിവരമാണ് പോലീസ് നമുക്ക് നൽകുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, ഒരു പ്രേക്ഷകൻ പറയുന്നു, നൂറുദ്ദീൻ പറയുന്നു, മാതൃകാ ദമ്പതികളാണ്. പൊന്നും മിന്നും പറയുന്നു, നല്ല ഭാര്യ, സ്നേഹമുള്ള ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഭാര്യയ്ക്ക് കൂടി ഒരു കേസ് വന്ന് വീഴും കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ കടത്തിക്കൊണ്ടുപോയതിനുള്ള കുറ്റം കൂടി വരും. ജാമ്യമില്ലാത്ത കേസാണ്. അപ്പോൾ രണ്ടുപേർക്കും, ഭാര്യയും ഭർത്താവിനും ഇരിക്കാം. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്ന് പണ്ട് കാലത്തൊക്കെ പറഞ്ഞത് ഇതിനു വേണ്ടിയാണോ എന്നറിയില്ല. പോലീസ് സ്റ്റേഷൻ പിടിച്ചിറക്കി കൊണ്ടുപോയാലും ഒരുമിച്ച്, പോലീസ് സ്റ്റേഷനിൽ കിടക്കാനാണെങ്കിലും ഒരുമിച്ച് അല്ലേ എന്ന് പറയുന്നു. നമ്മൾ പിരിയില്ല മക്കളെ എന്നുള്ളതാണ്.